നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം അക്ഷരങ്ങളാണ് പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ കുറേ അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ആദ്യം നമ്മൾ പഠിച്ച ലെറ്റർ എന്തായിരുന്നു? റാ. ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ പഠിച്ച അക്ഷരം എന്തായിരുന്നു? 2 റാ ചേർന്ന് വരുന്ന അക്ഷരം അല്ലേ? ആദ്യം ഒരു റാ എഴുതി, പിന്നെ അതിനോട് യോജിപ്പിച്ച് മറ്റൊരു റാ. ഇതെന്താണ്? നാ. പിന്നെ നമ്മൾ പഠിച്ച അക്ഷരം എന്തായിരുന്നു? റാ പോലെ എഴുതി, പിന്നെയോ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് എഴുതുന്ന രീതി. ഇതിനെന്താ പറയുക? രാ. പിന്നെ അതിന് ശേഷം പഠിച്ച ലെറ്റർ എന്തായിരുന്നു? നമ്മൾ രാ പോലെ എഴുതിയിട്ട് കണ്ട, ആദ്യം ഒരു റാ എഴുതി, പിന്നെ അകത്ത് കൂടെ മറ്റൊരു റാ. അതിനെന്താ പറയുക? താ. പിന്നെ നമ്മൾ പഠിച്ച അക്ഷരം എന്തായിരുന്നു? ഹാഫ് റാ എഴുതി, പിന്നെ 3 പോലെ എഴുതാം. അതിനെന്താ പറയുക? ദാ. ഇനി ഈ അക്ഷരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് മറ്റൊരു അക്ഷരം എഴുതണം. അതെന്താ നോക്കാം. അതാണ് ആ. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഹാഫ് റാ പോലെ എഴുതി, പിന്നെയോ 3 പോലെ എഴുതാം. അതിന് നമ്മൾ എന്താ പഠിച്ചത്? ദാ അല്ലേ? ഇനിയോ അവിടെ നിന്ന് നമുക്ക് അകത്ത് കൂടെ മറ്റൊരു റാ പോലെ എഴുതാം. കണ്ടോ? ഏകദേശം താ പോലെ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത് തായല്ല കേട്ടോ. ഇനി അവിടെ നിന്ന് വീണ്ടും റാ പോലെ എഴുതി ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തെടുക്കാം. കണ്ടോ? ഇതാണ് ആ. ഇതെന്താ പറയുക? ആ. ഒന്നും കൂടി എഴുതാം. ആദ്യം ഹാഫ് റാ പോലെ എഴുതാം, പിന്നെ 3 പോലെ എഴുതാം. അപ്പോൾ ദാ ആയി. ഇനിയോ അവിടെ നിന്ന് അകത്ത് കൂടെ മറ്റൊരു റാ പോലെ വരക്കാം. പിന്നെയോ വീണ്ടും നമുക്ക് ഒരു റാ പോലെ എഴുതി ഉള്ളിലേക്ക് ടേൺ ചെയ്തിട്ട് എടുക്കാം. ഇതാണ് ആ. എന്താ പറയുക? ആ. ഇനി നമുക്ക് ആ എങ്ങനെ എഴുതാം നോക്കാം. ആ വെച്ചിട്ട് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആന. അപ്പോൾ ആനയുടെ മൂക്ക് കണ്ടിട്ടുണ്ടോ എല്ലാവരും? നല്ല നീളത്തിൽ അല്ലേ? അപ്പോൾ നമുക്ക് ആനയുടെ തുമ്പിക്കൈ പോലെ ഈ ആ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെല്ലെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ? ഇതാണ് ആ. എന്താ പറയുക? ആ.